ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും എനിക്ക് മാസ്റ്ററുടെ ഓരോ സംഗീതത്തിൽ നിറഞ്ഞിട്ടുള്ള ഞങ്ങൾ അത് തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേവരായ മാസ്റ്ററെ കുറിച്ചാണ് പറഞ്ഞത്. ഇതൊരു കമ്പോസർ, ഇത്ര ഒരു കമ്പോസർ ഞാനൊരു ഇതെന്താന്ന് പറയാം, നമുക്ക് പറയാൻ പറ്റില്ല. എന്തെല്ലാം വികാരങ്ങൾ, എത്ര വികാരങ്ങൾ മലയാള സിനിമയിൽ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും ഒരുപാട് കൂടുതൽ വികാരങ്ങൾ മലയാള സിനിമയിൽ. ഇപ്പോൾ തമിഴിൽ ഓഫ്കോഴ്സ്, തമിഴിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വികാരങ്ങൾ കൊണ്ടുവന്നാൾ MSV ആണ്. ഞാൻ പറഞ്ഞു നമുക്കില്ലാത്തൊരു വികാരം അദ്ദേഹത്തിന് മാത്രമുള്ള ഒരു വികാരമുണ്ട്, അത് നമുക്കറിയില്ല, അങ്ങനെ മാത്രമേ ഉള്ളൂ പാട്ടിലേ. ഇതല്ലാണ്ട് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഡിഫറെൻറ്റ് പല പല വികാരങ്ങൾ ദേവരായ മാസ്റ്ററാണ് നമുക്ക്. അതെ, മലയാള സിനിമയിൽ. അതെ, പ്രത്യേകിച്ച് ജയൻ സാർ പാടിയ പ്രേമിച്ച് നിന്നെ, അത് സാർ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ദാസാറിൻ്റെ പാട്ടാണെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണെന്ന് പറഞ്ഞ് പലപ്പോഴും പറഞ്ഞു. പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും, പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും, കാടുകൾ മുഴുവൻ ഞാനൊരു കതിർമണ്ഡപമാക്കും, പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. ആയിരമുമ്മകൾ കൊണ്ടു നിന്നെയൊരാരോമനപ്പൂവാക്കും, ആയിരമുമ്മകൾ കൊണ്ടു നിന്നെയൊരാരോമനപ്പൂവാക്കും, ഞാനതിൻ പല്ലവ പുടങ്ങൾക്കുള്ളിലെ മാണിക്കമണിമുത്താകും, ഞാനതിൻ പല്ലവ പുടങ്ങൾക്കുള്ളിലെ മാണിക്കമണിമുത്താകും, പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും, കാടുകൾ മുഴുവൻ ഞാനൊരു കതിർമണ്ഡപമാക്കും, പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. പക്ഷേ സാറ് പലപ്പോഴും ലളിത സംഗീതത്തിൽ പ്രത്യേകിച്ചും ഇപ്പം സാർ പാടിയ പോലുള്ള പാട്ടുകളിൽ അതിൻ്റെ ഈ മ്യൂസിക്കൽ സ്വരസ്ഥാനങ്ങൾ എന്നതിനപ്പുറത്തേക്കുള്ള ഒരു വികാരപരമായൊരു തലമുണ്ടല്ലോ, അതിനെയാണ് എപ്പോഴും ഒരു ഗായകൻ പാടുമ്പോൾ സംഗീത സംവിധായകൻ പാടുന്നതിൽ മിസ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അവരിൽ നിന്നേക്കാൾ നന്നായിട്ട് പാടാൻ പറ്റുന്ന രീതിയിൽ അന്നത്തെ ഇപ്പോൾ സാർ അതായത് MSV സാറ് പറയാറുള്ളത്, ഈ പാട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും എന്നാ എഴുതിണ്ടിരിക്കുക நோட்டேட்னா கட் பண்ணுங்க. அப்போ அதில் போய் ஸ்ரத்த என்ன பாடுறேன்னு நீ கேட்டு பாடு, என்னோட நான் என்ன கேட்டுறேன்னு பாடுறதுன்னு கேட்டு பாடுங்க, நீ என்ன நொட்டேஷன்லாம் வேண்டாம், அதே வேண்டாம், அந்த பாட்டுக்கு நொட்டேஷனே தேவையில்லை, நான் பாடுறேன் அப்போ കേട്ട് പാടും, അതും പറ്റില്ലേ, അങ്ങനെ പാടാൻ പറ്റിയല്ലേ. അതാണ്. അപ്പോൾ ഓർക്കസ്ട്രയ്ക്ക് മാത്രമായിട്ട് ചിലപ്പോൾ അല്ല, ഞാൻ നൊട്ടേഷൻ്റെ കുറ്റം പറയില്ല, പറഞ്ഞില്ല, അതൊരു എളുപ്പ വഴി എന്നുള്ളതേ ഉള്ളൂ അല്ലേ. അതൊരു ഇമോഷൻ പക്ഷേ നമുക്ക് മനസ്സിലാക്കണം. നോക്കുമ്പോൾ വരിയുടെ അർത്ഥം പോകും, വരി പോകും. അതെ അതെ, അതാണ് പ്രശ്നം. രണ്ടും കൂടെ നോക്കാൻ പറ്റിയെങ്കിൽ ഞാൻ കൊള്ളാം, പാട്ടുകാരാണെങ്കിൽ കൊള്ളാം, നൊട്ടേഷനും വരിയും കൂടെ ഒന്നിച്ച് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, കൊള്ളാം. ഇപ്പം ഈ MSV സാറിൻ്റെ ദേവരായ മാസ്റ്ററുടെയൊക്കെ റെക്കോർഡിങ്ങില്ലേ ഇന്ന് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് കേട്ടറിവുകളേ ഉള്ളൂ. സാറൊക്കെ ആ ഒരു കാലത്തിലൂടെ വന്നവരാണല്ലോ. അപ്പോൾ ഈ ഒരു മൈക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടു. അന്ന് ഒരു മൈക്കുള്ളൂ, പല ചിലയിടത്തോ 2 മൈക്കുണ്ടായിരുന്നു, ചിലയിടത്തൊക്കെ ഒരു മൈക്കുള്ളൂ, ഒറ്റ മൈക്കിൽ ഡ്യുവറ്റൊക്കെ ഒരു മൈക്കിലാണ്, ഒറ്റ മൈക്കിൽ പാടണം. ഭയങ്കര ഞാൻ ഇപ്പുറത്ത് സുശീലമ്മ അപ്പുറത്ത്, ഞാൻ ഇപ്പുറത്ത് ജാനകിയമ്മ അപ്പുറത്ത്. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, ജാനകിയമ്മ പാടുമ്പോൾ എനിക്ക് സ്റ്റൂൾ ഇടേണ്ടി വരും, ഹൈറ്റ് കുറവായതുകൊണ്ട്. പക്ഷേ അതുകൊണ്ട് അന്നത്തെ സമ്പ്രദായം എങ്ങനെയായിരുന്നു, ഓർക്കസ്ട്രയും ഒക്കെ എല്ലാം രണ്ട് ഈ റെക്കോർഡിങ് 2 നോബുള്ളൂ, വോയിസിനൊന്ന് ഓർക്കസ്ട്രയ്ക്കൊന്ന്.
അത്രേ ഉള്ളൂ. പക്ഷെ അന്നത്തെ ആ ഒരു ഇവിടെ രണ്ട് വേറെ രണ്ട് രണ്ട് ഇതേ ഉള്ളൂ. വോയിസിൻ്റെ നോബൊന്ന്. പക്ഷെ അപ്പോൾ പ്ലേ ചെയ്യുന്നവരെല്ലാവരും ആ ബാലൻസ് മനസ്സിൽ കണ്ട് വായിക്കുന്നവരായിരിക്കും. അത് റെക്കോർഡിസ്റ്റിൻ്റെ കഴിവാണ്. എല്ലാം കൂടെ അത് റെക്കോർഡിസ്റ്റ് അങ്ങനെയായിരുന്നു. ഒരു ജീനിയസ് ഓരോരുത്തരും. ഇപ്പോൾ കണ്ണൻ സാറ് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. കണ്ണൻ സാറ്, കോട്ടീശ്വർ റാവു, എക്സ്പേർട്സാണ്. ഗ്രേറ്റ് അവർ ബ്രില്യൻറ്റ് ഫെലോസ്. അവർക്ക് അങ്ങനെ റെക്കോർഡ്. എന്നിട്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പിന്നെ അന്ന് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ വോൾവ് സിസ്റ്റമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മെച്ചം ഉണ്ടായിരുന്നു കേൾക്കുന്നത്. അതിപ്പോൾ തിരിച്ചു വരുന്നത് അമേരിക്കയിലൊക്കെ തിരിച്ചു വരേണ്ടെന്നാണ് പറഞ്ഞ സിസ്റ്റം. അതെ. അപ്പോൾ അന്നത്തെ വോയിസിൻ്റെ ക്വാളിറ്റി ഇന്നത്തെ റെക്കോർഡിങ്ങിലില്ല. സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അനലോഗിൽ അന്നുള്ളതിനേക്കാൾ വോയിസ് ഇപ്പോൾ ഡിജിറ്റലായപ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ വോയിസ് അവർക്കറിയാം അങ്ങനെ വോയിസിന് ഇത് ഉണ്ടെന്ന്, ട്രീറ്റ് ഉണ്ടെന്ന്.